ചില വല്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവദാസന്മാരുടെ വായിൽ നിന്ന് ചില വാക്കുകൾ വീണത് എനിക്കറിയാം. ಕೆಲ ವಿಪರೀತವಾದ ಸಂದರ್ಭಗಳಲ್ಲಿ ದೇವದಾಸರುಗಳ ಬಾಯಿಂದ ಬಂದಿರುವ ಮಾತುಗಳು ನನಗೆ ಗೊತ್ತು. അതൊക്കെ ഫലിച്ചിട്ടുണ്ട്. അതെല്ലാവനും അതേ രീതിയിൽ ഫലിച്ചത്. കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു PV ആശാരി ഉപദേശി ഒരു മീറ്റിംഗ് നടത്തി. കുമ്പനാട് എന്ന ഊരിൽ PV ആശാരി ഉപദേശി ഒന്ന് മീറ്റിംഗ് നടത്തിയത്. എനിക്കത് 13 14 വയസ്സുണ്ട്. ഞാൻ ആ രാത്രി യോഗത്തിൽ ഉണ്ടായിരുന്നു. ആ രാത്രിಯಲ್ಲಿ ನನಗೆ 13 14 ವಯಸ್ಸಿರುತ್ತೆ. ನಾನು ಆ ಕೂಟಕ್ಕೆ ಹೋದೆ. ആളുകൾ കൺവെൻഷൻസ് നടക്കുന്ന സ്ഥലത്തിന്റെ വെളിയിൽ നിന്ന് വലിയ കല്ലുകൾ വലിച്ച് ആശാരി ഉപദേശിയുടെ നേരെ എറിഞ്ഞു. ಆ ಮೀಟಿಂಗಿಗೆ ವಿಪರೀತವಾಗಿರುವವರು ಹೊರಗಡೆ ನಿಂತು ದೊಡ್ಡ ಕಲ್ಲುಗಳನ್ನು ತೆಗೆದುಕೊಂಡು ಕೂಟಕ್ಕೆ ವಿರೋಧವಾಗಿ ಎಸೆದಿದ್ದಾರೆ. ആളുകൾ ഒത്തിരി ഉണ്ടായിരുന്നത് കൊണ്ട് ആളുകളുടെ ഇടയിൽ ആ കല്ല് വന്ന് വീണത് സ്റ്റേജ് വരെ വന്നില്ല. ಅಲ್ಲಲ್ಲಿ ಜನ ತುಂಬಿದ್ದ ಕಾರಣದಿಂದ ಜನರ ಮಧ್ಯದಲ್ಲಿ ಕಲ್ಲು ಬಂದು ಬಿದ್ದ, സ്റ്റേജ് ಅಲ್ಲಿ ಕಲ್ಲು ಬಿದ್ದಿಲ್ಲ. ഞാൻ ആ സംഭവ സ്ഥലത്തുണ്ട്. ನಾನು ಅಲ್ಲಿನೇ ನಾನುಂಟು. ആശാരി ഉപദേശി സ്റ്റേജിൽ നിന്ന് അനൗൺസ് ചെയ്തു, ആരുടെയെങ്കിലും ദേഹത്ത് ഒരു കല്ല് വീണിട്ടുണ്ട് കളയരുത്, കല്ല് കൊണ്ട് മേശപ്പുറത്ത് വെക്കാൻ പറഞ്ഞു. ಅವತ್ತು ಪ್ರಸಂಗ ಮಾಡುವಂತ ಕರ್ತೃದಾಸನ ಹೇಳಿದ್ರು, ಯಾರ ಮೇಲಾದ್ರೂ ಕಲ್ಲು ಬಿದ್ದರೆ ಕಲ್ಲು ಬಿಸಾಕಬಾರದು, ನೀವು ಮುಂದೆ ತಗೊಂಡ್ಬಂದು ಕೊಡ್ರಿ. കല്ല് കൂന കൂട്ടി മേശപ്പുറത്ത്. ಅಲ್ಲಲ್ಲಿ ಮೇಜಿನ ಮೇಲೆ ತುಂಬಾ ಕಲ್ಲುಗಳನ್ನು ಕುಪ್ಪಿ ആശാരി ഉപദേശി പരസ്യമായി വിളിച്ചു, ആരാടാ എറിഞ്ഞത്, കേറി വാ. ಅವತ್ತು ಮೀಟಿಂಗ್ ನಲ್ಲಿ ಆ ಕರ್ತೃದಾಸನ ಹೇಳಿದೆ, ಯಾವನ ಕಲ್ಲುಸ್ತಾನೆ ಮುಂದೆ ಬರ. ആരും വന്നില്ല, ಯಾರು ಬಂದಿಲ್ಲ. അദ്ദേഹം ആ കൽക്കൂനയുടെ പുറത്ത് കൈവച്ചു. ಆ ಕಲ್ಲಿನ കുപ്പೆ ಮೇಲೆ ತನ್ನ ಕೈ ಇಟ್ಟು പറഞ്ഞു, കർത്താവേ, ഇന്ന് ഈ കൺവെൻഷൻ ആശീർവാദം പറയുന്നതിന് മുമ്പേ ഇവനെ കാണിച്ചു തരണം. ಅಲ್ಲಲ್ಲಿ ಕರ್ತನೆ, ಇವತ್ತು ಈ ಕೂಟ ಮುಕ್ತಾಯಗೊಳಿಸಕ್ಕೆ ಮುಂಚೆ ಹೊಸದವನೇ ತೋರಿಸಿಕೊಡಬೇಕು. പ്രാർത്ഥിച്ചു വിട്ടു. ಅಲ್ಲಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಬಿಟ್ಟು ആശീർവാദം പറയുന്നതിന് മുന്നമേ ಆಶೀರ್ವಾದ ಹೇಳಿಕೊಳ್ಳಕ್ಕೆ ಮುಂಚೆ 2-3 പേര് ഓടി സ്റ്റേജിന്റെ അടുക്കൽ വന്നു. 2-3 ಜನ ಓಡಿ ಮುಂದಕ್ಕೆ ಬಂದೆ. വന്നേച്ച് പറഞ്ഞു, എറിഞ്ഞവന്റെ ശരീരത്തോടെ ഒരു ലോറി കയറി ഓടി. ಅಲ್ಲಲ್ಲಿ ಅವರು ಬಂದು ಹೇಳಿದ್ರು, ಒಬ್ಬನ ಮೇಲೆ ಶರೀರದಲ್ಲಿ ಒಂದು ലോറി ಹೋದ. അവനെ തന്റെ അവിടെ ഒരു ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ ഉണ്ട്, അതിനകത്തോട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ಅವನ ಪಕ್ಕದಲ್ಲಿ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಅಡ್ಮಿಟ್ ಮಾಡಿനെ. അവന്റെ കാല് രണ്ടും അരഞ്ഞുപോയി. ಅವನ ಕಾಲೆರದು ರುಬ್ಬಿ ಹೋದೆ. ആള് ചാകാതിരിക്കാനെന്ന് പ്രാർത്ഥിക്കണം. ಅವನು ಸಾಯಲಾರದೆ ಇರಕ್ಕಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. ആശാരി ഉപദേശി പറഞ്ഞ ഒരു മറുപടി എനിക്ക് ഓർമ്മയുണ്ട്. ಆ ಕರ್ತೃದಾಸನ ಹೇಳಿದ ಒಂದು ಮಾತು ನನಗೆ ಜ್ಞಾಪಕ ಉಂಟು. അവന്റെ മേൽവിലാസം തന്നേക്ക്, ശിക്ഷയുടെ കാലം തീരുമ്പോൾ ഞാൻ ഒരു കാർഡ് ഇട്ടേക്കാം. ಅಲ್ಲಲ್ಲಿ ಅವನ വിലാസവനെ ನನಗೆ ಕೊಡು, ಅವನ ಶಿಕ್ಷೆಯ ಕಾಲ ಮುಗಿದ ಮೇಲೆ ನಾನು ಅವನಿಗೆ ಒಂದು ಕಾರ್ಡ್ ಹಾಕ್ತೀನಿ. ഞാൻ അതിനെ കാണാൻ ആശുപത്രിയിലൊന്നും വരത്തില്ല. ನಾನು ಅದನ್ನು ನೋಡಕ್ಕಾಗಿ ಆಸ್ಪತ್ರೆಗೆ ಬರಲ್ಲ. മര്യാദക്ക് ഞാൻ വിളിച്ചതാ എറിഞ്ഞവൻ വരാൻ. ಅಲ್ಲಲ್ಲಿ ಮುಂಚೆ ನಾನು ಅವನ ಕರೆದೆ, ಹೊಸದವನು ಯಾವನೋ ಮುಂದೆ ಬಂದ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ನಾನೊಂದು ಉದಾಹರಣೆ ಹೇಳಿನ ಅಷ್ಟೇ. ദൈവദാസന്മാർക്കെതിരെയുള്ള വാക്കുകൾ, ದೇವದಾಸರುಗಳಿಗೆ ವಿಪರೀತವಾಗಿರುವ ಮಾತುಗಳು, ദൈവിക അധികാരിയാണെങ്കിൽ, ದೇವರ ಅಧಿಕಾರಿ ಆಗಿದ್ರೆ നടന്നിരിക്കും. ಅದು ನಡೆಯುತ್ತೆ. ശാപമായി മാറാം. ಅದು ಶಾಪವಾಗಬಹುದು.